തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കലാശപ്പോരിലേക്ക് കിരീടമുറപ്പിച്ച് തൃശൂർ ഈസ്റ്റ് ഉപജില്ല. വഞ്ചിപ്പാട്ട് വിധി നിർണയത്തെ ചൊല്ലി മത്സരാർത്ഥികൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ ആറാട്ടുപുഴയിൽ ക്ഷേത്രനടയിൽ പ്രതീകാത്മക പൂരം നടന്നു. ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്രാളിപൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. പുത്തൂർ അന്താരാഷ്ട്ര സുവോളജിക്കൽ പാർക്കിലേക്കുള്ള മോഡൽ റോഡിന്റെയും പുത്തൂർ സമാന്തര പാലത്തിന്റെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിരന്തരം ഇടപെടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചിമിനി ഡാം ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ മാറ്റിവെച്ചതായും മന്ത്രി. ഗുരുവായൂർ ഏകാദശി ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തീരുമാനം. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. കൊടുങ്ങല്ലൂരിൽ SIക്കെതിരെ കയ്യേറ്റം. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. 3 പേർ കസ്റ്റഡിയിൽ. കൊടകര അരുവിമംഗലം ഷഷ്ഠി ആവേശമായി. വർണ്ണക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം തിരശ്ശീല വീഴും. വാശിയേറിയ കലോത്സവ മത്സരത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല കിരീടമുറപ്പിച്ചു. ചാവക്കാട് ഉപജില്ലയാണ് 2ാം സ്ഥാനത്ത്. സമാപന ദിവസം വഞ്ചിപ്പാട്ട് മത്സരത്തിലെ വിധി നിർണയത്തിലെ അപാകതകളെ ചൊല്ലി തർക്കം നടന്നു. മത്സരാർത്ഥികൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ ആറാട്ടുപുഴയിൽ ക്ഷേത്രനടയിൽ പ്രതീകാത്മക പൂരം നടന്നു. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന ക്ഷേത്രമുറ്റത്ത് 15 ആനകളുടെ ചമയം, കൈപ്പന്തം, പഞ്ചാരിമേളം എന്നിവ നിരത്തിയായിരുന്നു പൂരം. പഞ്ചാരിമേളത്തിന് പെരുവനം കുട്ടന്മാരാർ പ്രാമാണികനായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് C. സുധാകരൻ, വൈസ് പ്രസിഡന്റ് K. വിശ്വനാഥൻ, സെക്രട്ടറി K. രഘുനന്ദനൻ, ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത്, ട്രഷറർ KK വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. നിലവിലെ വ്യവസ്ഥകൾ പാലിച്ച് ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പരമ്പരാഗത രീതിയിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക, വെടിക്കെട്ട് ചട്ടങ്ങൾ ലഘൂകരിക്കുക, ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്രാളിപൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന നീക്കങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉത്സവം ആഘോഷിക്കുന്നതിൽ തെറ്റില്ലെന്നും പാരമ്പര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കാനാവില്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഉത്രാളിക്കാവ് പൂരം നാടിന്റെ അഭിമാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും സംഗമത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തിരുവമ്പാടി ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുത്തൂർ അന്താരാഷ്ട്ര സുവോളജിക്കൽ പാർക്കിലേക്ക് 15 മീറ്റർ വീതിയിലുള്ള മോഡൽ റോഡിന്റെയും പുത്തൂർ സമാന്തര പാലത്തിന്റെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നിരന്തരം ഇടപെടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുട്ടനല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ പയ്യപ്പള്ളി മൂല വരെയുള്ള റോഡിന്റെയും സമാന്തര പാലത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യയിലെ ഏറ്റവും വലുതും മനോഹരവുമായ സുവോളജിക്കൽ പാർക്ക് കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പുത്തൂരിലെത്തുന്ന ആളുകളുടെ സഞ്ചാര അനുഭവവും മികച്ച രീതിയിലായിരിക്കണം എന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഉല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു തുടങ്ങിയവർ പങ്കെടുത്തു. ചിമിനി ഡാം ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ മാറ്റിവെച്ചതായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ടൂറിസം വകുപ്പ് 50 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയുമാണ് അനുവദിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ KM സിമീഷ് സാഹു, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ട് എഞ്ചിനീയർ SR അനിതകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, EK അനൂപ്, TS ബൈജു, N മനോജ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, അശ്വതി VB, അജിത സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി അനുസരിച്ച് ഏകാദശിയോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പുകൾ, ക്ഷേത്രത്തിനുള്ളിലെ എഴുന്നള്ളിപ്പ്, കേശവൻ അനുസ്മരണം എന്നിവ നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ആനകൾ തമ്മിലുള്ള അകലം, ആനകളും ആൾക്കാരും തമ്മിലുള്ള അകലം, ആനയും തീപ്പന്തങ്ങളും തമ്മിലുള്ള അകലം എന്നിവയിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കും. ശിവേലിക്കുള്ളതുപോലെ കാഴ്ച ശിവേലിക്കും ഒരു ആനയെ മാത്രമായി പരിമിതപ്പെടുത്തും. ദശമി ദിനത്തിൽ നടക്കുന്ന ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിന് തിരുവങ്കടത്തു നിന്നും നിശ്ചിത അകലം പാലിച്ച് 5 ആനകളെ മാത്രം പങ്കെടുപ്പിക്കും. ഏകാദശി ദിവസത്തെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് രാവിലെ 6:30 പുറപ്പെടും. ഒരു ആനയാകും എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുക. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിലെ ശിവേലി വിളക്കെഴുന്നള്ളിപ്പിന് ഒരു ആനയെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതിയെന്നും യോഗം തീരുമാനിച്ചു. ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. ഉദയാസ്തമന പൂജ നിത്യപൂജയുടെ ഭാഗമല്ലെന്നും വഴിപാട് മാത്രമാണെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്നും കോടതി വിലയിരുത്തി. ഏകാദശി ദിവസം കൂടുതൽ പേർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കുന്നതിനാണ് ഉദയാസ്തമന പൂജ വേണ്ടെന്ന തീരുമാനമെടുത്തതെന്ന് ദേവസ്വം ഭരണസമിതി ചൂണ്ടിക്കാട്ടി. ഭരണസമിതി തീരുമാനം ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കോടതി പറഞ്ഞു. സർക്കാരിന് വേണ്ടി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പി രാജ്മോഹനും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ ടി കെ വിപിൻ ദാസും ക്ഷേത്രം തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ടി കൃഷ്ണനുണ്ണിയും കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂരിൽ SIയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂർ സ്വദേശികളായ കുന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനൂഫ്, കോറശ്ശേരി വൈശാഖ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. മേത്തല കടുകച്ചുവട്ടിൽ ബൈക്ക് യാത്രക്കാരനുമായി വാക്കേറ്റമുണ്ടാക്കിയ തൌഫീഖിനെയും വൈശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരിയിലായിരുന്ന ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരുവരെയും പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് SIക്ക് നേരെ വീണ്ടും കയ്യേറ്റമുണ്ടായത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറിഞ്ഞെത്തിയ റഷീദും SIയെ കയ്യേറ്റം ചെയ്തു. അഴകിന്റെ പീലിയും പൂക്കളും വിടർത്തി കൊടകര ഷഷ്ഠി ആഘോഷിച്ചു. അഭിഷേക ദ്രവ്യങ്ങളുമായി ഊരാളനും ദേവസ്വം അധികൃതരും കുന്നിൻ മുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതോടെയാണ് ഷഷ്ഠി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. കുന്നത്തർക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി ദേവസ്വം വക ആദ്യ അഭിഷേകവും തുടർന്ന് ഭക്തജനങ്ങളുടെ വക അഭിഷേകങ്ങളും നടന്നു. പൂനിലാർക്കാവ് മൈതാനിയിൽ നടന്ന കാവടി ആഘോഷത്തിൽ 19 കാവടി സെറ്റുകളാണ് പങ്കെടുത്തത്. പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തിയ കാവടി സെറ്റുകളെ ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം എതിരേറ്റ് ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു. വിവിധ വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഷഷ്ഠി ആഘോഷത്തിന്റെ ഭാഗമായി കൊടകര ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എരവിമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷം ആവേശമായി. 12 ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി. വർണ്ണക്കാവടികളും പീലിക്കാവടികളും നിറഞ്ഞാടിയ കാവടി ആഘോഷം മാറ്റുകൂട്ടി. ഉച്ചതിരിഞ്ഞ് തെക്കുമുറി കാവടി സമാജത്തിന്റെയും വടക്കുമുറി കാവടി സമാജത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എഴുന്നള്ളിപ്പ്. വടക്കാഞ്ചേരി അകമലയിലെ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ആനകളെ തുരത്താൻ കാട്ടിലേക്ക് കയറി വനംവകുപ്പ്. 42 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 4 സംഘങ്ങളായാണ് ഉൾവനങ്ങളിൽ നിന്ന് ആനകളെ തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മച്ചാട്, വടക്കാഞ്ചേരി, മാന്നാമംഗലം, പട്ടിക്കാട്, മായന്നൂർ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് തിരച്ചിൽ നടത്തുന്നത്. ആനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്തുന്നതിന് പുറമെ വനാതിർത്തികളിൽ ട്രഞ്ച് കുഴിക്കുന്നത് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സഹായകമാകുമെന്ന് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർ B അശോക് രാജ് പറഞ്ഞു. റെയിൽവേ ട്രാക്കിലേക്ക് ആനകൾ കയറാനുള്ള സാധ്യത തടയാനായി വാച്ചർമാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മഴക്കാലമായതിനാൽ മരങ്ങളിൽ ധാരാളം ഇലകൾ ഉള്ളതുമൂലം ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പ്രാവർത്തികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഒന്ന് ഇതിൻ്റെ കൃത്യമായ ട്രാക്ക് ഐഡന്റിഫൈ ചെയ്യുക. ട്രാക്കിനെ നമ്മൾ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതുകൊണ്ടാണ് കാടിനകത്തേക്ക് കടന്നുകൊണ്ടുള്ള ഒരു നിരീക്ഷണവും കൂടി ഇതുവരെ ബൗണ്ടറികൾ മാത്രമാണ് കൂടുതലായി ശ്രദ്ധിച്ചത്. ഇത്തവണ ഇന്റീരിയർ ഏരിയ നിലവിൽ ഒരു ടീം 8 കിലോമീറ്ററിൽ അധികം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. DFO രവികുമാർ മീണ, മച്ചാട് റേഞ്ച് ഓഫീസർ R ആനന്ദ്, പ്രൊബേഷണറി റേഞ്ച് ഓഫീസർമാരായ ലുധീഷ്, സൗമ്യ, ഷിനു S മുഹമ്മദ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ചർ P വിനോദ്, ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനകളെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനായി സൗരോർജ്ജ തൂക്കുവേലികൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി.
പെരിഞ്ഞനത്ത് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റു. അഴീക്കോട് സ്വദേശി മുജീബിനാണ് കുത്തേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനം ചക്രപ്പടത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ബലാത്സംഗ കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാക്കത്തുരുത്തി സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ രഞ്ജീഷിനെയാണ് കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. SI ബാബു ജോർജ്, ASI മിനി, SCPO CG ധനേഷ്, ബിനൽ, ഫെബിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. CPM ചേലക്കര ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. മുതിർന്ന പാർട്ടി അംഗം VM കൃഷ്ണകുമാർ പതാക ഉയർത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു അധ്യക്ഷത വഹിച്ചു. MLA-മാരായ AC മൊയ്തീൻ, UR പ്രദീപ്, സേവ്യർ ചിറ്റലപ്പള്ളി, KV നഫീസ, UP ജോസഫ്, സംഘാടക സമിതി ചെയർമാൻ TN പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. കയ്പമംഗലത്ത് നടക്കുന്ന CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാറും വനിതാ സംഗമവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെമിനാർ അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത, ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ, ഏരിയ സെക്രട്ടറി രാജേഷ ശിവജി, KB സുധ, ഷീന വിശ്വൻ, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. ആ ആശയങ്ങളിലൂടെയാണ് ഇന്ത്യ എന്താണെന്ന് ലോകമറിഞ്ഞത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയായി മുസ്താഖ് അലിയെ തെരഞ്ഞെടുത്തു. പോലീസ് നയം ഉൾപ്പെടെ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നത്. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാർ പരാജയമാണെന്ന് ചില പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പാർട്ടി രക്തസാക്ഷി KU ബിജുവിന്റെ വധക്കേസിൽ BJP നേതാക്കളെ കോടതി വെറുതെ വിട്ട സംഭവം പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്നതാണെന്നും ആക്ഷേപമുയർന്നു. ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ഏരിയ സമ്മേളനം സമാപിക്കും. കൊടുങ്ങല്ലൂർ മേഖലയിൽ ബൈക്ക് മോഷണം വ്യാപകമാകുന്നു. മേത്തല, പടന്ന, പുത്തൻതെരുവിൽ മുനീർ, കടുക്കച്ചുവട്, ചാലിപ്പറമ്പിൽ CB എന്നിവരുടെ ബൈക്കുകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 4 ബൈക്കുകളാണ് മോഷണം പോയത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. യമഹ RX-100 ഇന്നലെ രാത്രി 2 മണിക്ക് വീട്ടിൽ കയറിയിട്ട് ഫോർച്ചിൽ വെച്ചിരുന്നതാണ്. വീട്ടിൽ കയറിയിട്ട് അവർ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ 1-2 വാഹനങ്ങൾ കൂടി വേറെ ആ ഭാഗത്തു നിന്ന് തന്നെ കൊടുങ്ങല്ലൂർ കുന്നമറ ഭാഗത്തു നിന്ന് പോയതായിട്ട് അറിഞ്ഞു. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് വണ്ടി പോയേക്കണത്. അപ്പോൾ ആ ഒരു വെളുപ്പിന് ഒരു 2:15 അപ്പുറത്ത് വലിയ ചേച്ചി ഒരു സൗണ്ട് കേട്ടെന്ന് പറയേണ്ട ഒരു വണ്ടി കൊണ്ടുപോകണം. വെളുപ്പിന് ഞാൻ വർക്കിന് പോകാൻ വേണ്ടി വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വണ്ടി കാണാണ്ടായത്. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും പശ്ചാത്തല വികസന മേഖലയിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചാലക്കുടി ചുരങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത 66-നെ 6 വരിയാക്കി നവീകരിക്കുന്ന പദ്ധതി അടുത്ത വർഷം ഡിസംബറിൽ പൂർത്തിയാകും. ഒരു സംസ്ഥാനം റോഡ് വികസനത്തിൽ ഇത്രയും ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണെന്നും മന്ത്രി പറഞ്ഞു. റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് സർക്കാർ 2008 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്രോസ് രഹിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് മുഖേന സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 9 മേൽപ്പാലങ്ങളിൽ ഒന്നാണ് ചുരങ്ങരയിലേത്. ചാലക്കുടിയും അതിരപ്പള്ളി മേഖലയും ബന്ധിച്ചുള്ള വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, RBDC മാനേജിംഗ് ഡയറക്ടർ S സുഹാസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജിജി മോഹൻ മാപ്രാണം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ KY ഷാജു, തോമസ് ചാമപ്പറമ്പിൽ, ജയാനന്ദൻ, സജീവ് പട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറുപടി പറയൂ റെഗുലേറ്ററി കമ്മീഷൻ. കോടികളെല്ലാം എഴുതി തള്ളി ജനങ്ങളുടെ തലയിൽ നിങ്ങൾ വെച്ചില്ലേ? പറയൂ സർക്കാരെ. ചാവക്കാട് നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ നൽകി.
ചാവക്കാട് ബസ് സ്റ്റാൻഡിനടുത്ത് ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് SI AU മനോജ് പാർക്കിംഗ് നമ്പർ വിതരണം ചെയ്തു. ചാവക്കാട് പോലീസിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിലാണ് നമ്പർ നൽകിയത്. 500ഓളം ഓട്ടോറിക്ഷകളാണ് ചാവക്കാട് നഗരത്തിൽ സർവീസ് നടത്തുന്നത്. 201 പേർക്കാണ് പാർക്കിംഗ് നമ്പർ വിതരണം ചെയ്തത്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എല്ലാ ഓട്ടോറിക്ഷകളുടെയും രേഖകൾ പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയിരുന്നു. ചാവക്കാട് നഗരസഭാ ഉപാധ്യക്ഷൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ ഫെഡറേഷൻ INTUC റീജിയണൽ പ്രസിഡന്റ് MS ശിവദാസ്, മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി TS ദാസൻ, മനോജ് കൂർക്കപ്പറമ്പിൽ, AK അലി, ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരത്തിൽ ഓടുന്ന എല്ലാ ഓട്ടോറിക്ഷകളും ജനുവരി 1 മുതൽ പാർക്കിംഗ് നമ്പർ ഉപയോഗിക്കണമെന്ന് SI മനോജ് പറഞ്ഞു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സപ്തമി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ ഞായറാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും. പുരാതന തറവാട്ടുകാരായ നെന്മിനി മനക്കാരുടെ വകയായാണ് സപ്തമി വിളക്ക് ആഘോഷിച്ചത്. ക്ഷേത്രത്തിൽ മേളത്തിന്റെ അകമ്പടിയിൽ ശിവേലി നടന്നു. സന്ധ്യയ്ക്ക് ഭഗവതിക്കെട്ടിന് സമീപം തായമ്പകയും അരങ്ങേറി. വിളക്കാഘോഷത്തിന്റെ 28ാം ദിവസമായി ഞായറാഴ്ച പുളിക്കിഴെ വാരിയത്ത് കുടുംബമക അഷ്ടമി വിളക്കാഘോഷമാണ്. അഷ്ടമി വിളക്ക് മുതൽ ഏകാദശി വരെയുള്ള 4 ദിവസം ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളുന്നത്. ഈ മാസം 11ാം തീയതിയാണ് ഏകാദശി. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ആഹ്ലാദത്തിലാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മംഗലം കളിയിൽ 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്കൂൾ യോഗ്യത നേടിയത്. മംഗലംകളിയിൽ 1ാം സ്ഥാനം നേടിയാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ, മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലംകളി. കാതുകുത്ത് കല്യാണം, പന്തല് കല്യാണം എന്നീ ആഘോഷവേളയിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുക. തുടിയാണ് ഇതിലെ പ്രധാന വാദ്യം. തുളു ഭാഷയിലെ പാട്ടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജില്ലയിൽ നിന്ന് മംഗലംകളിക്ക് ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിക്ക് പോവാണ്. അപ്പോൾ അതിന്റെ ത്രില്ലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ജിൽജിൽ മൂട് ഞങ്ങൾക്കിപ്പോ ഇത് പഠിപ്പിച്ച സതീഷ് സാറാണ്. അപ്പോൾ സാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അജിത് സാർ, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. ഇനി അപ്പൊ ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. ഗോത്ര വിഭാഗത്തിലെ തനത് ശൈലിയിൽ അവതരിപ്പിച്ച മംഗലപ്പാട്ട് മികവ് പുലർത്തി. കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പള്ളി, സതീശൻ കപ്പള്ളി എന്നിവരാണ് പരിശീലകർ. മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങളായത്. ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം ലെന നസറിന്. അസ്സലാമലൈക്കും. ഉഹദ് യുദ്ധ ചരിത്രം. രചന ജനാബ് ബദറുദ്ദീൻ പാറന്നൂർ. ഇശൽ ചൊന്നവന് ഫത്ത് ഒന്നേക്കാൽ ചാട്ടുചുത്തിരം. ആലാപന മികവിൽ ലെന നസ്റിൻ സംസ്ഥാന കലോത്സവത്തിലേക്ക്. മച്ചാട് VNMM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ലെന നസ്റിൻ. കൺകളിലെങ്കിലും എന്ന വരികൾ ലെന നസ്റിൻ ആലപിച്ചത്. കൺകളിലെങ്കും ചുങ്കുട പൊൻകതിലെങ്കും താനം പങ്കീഷത്തരുൾ ചെപ്പിടുമപ്പടി ഊഹതടലതിലേ തിങ്കളുമങ്കും അമ്പിയ തങ്കള സിംഗം ഹംസ തിണ്ടോരത്തല കിണ്ടര തുണ്ടിടു ഫടകൊടുമയിലേ. ഉഹദ് യുദ്ധചരിത്രം ആസ്പദമാക്കിയ ഗാനം രചിച്ചത് ബദറുദ്ദീൻ പാറന്നൂരാണ്. ചൊന്നവനും ഫാത്ത് ഒന്നേക്കാൽ ചാട്ട് ചുത്തിരം എന്നതാണ് ഇശൽ. ഇർഷാദ് സ്രാമ്പിക്കലാണ് ഈണം നൽകിയതും പരിശീലിപ്പിച്ചതും. കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഉറുദു പദ്യം ചൊല്ലിൽ A ഗ്രേഡ് നേടിയിരുന്നു. വെള്ളറക്കാട് നിസാർ സെറീന ദമ്പതികളുടെ മകളാണ് ലെന നസ്റിൻ. ചങ്കക്കളമെങ്കും നിറന്തിടെ ഹംസ അങ്കക്കലി പൊങ്കിയിലെങ്കിടെ ഫർസ സിംഗം നിറൈതാനേ താനം ചങ്കം എങ്കും തിങ്കും നാമമുഷർന്താരോ ഉടയോനുടെ മദിനോരുടെ സ്വദർ കുളിർമ പൊന്താരം ചുങ്കിലെങ്കി ചെങ്ക്ര അണുണ്ടാരോ കൺകളിലെങ്കും ചുങ്കുട പൊൻകതിലെങ്കും താനം പങ്കീഷത്തരു ചെപ്പിടുമപ്പടി ഊഹതടലതിലേ.
വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ സദസ്സ് നടത്തി. പൂക്കുളങ്ങര സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെമ്പർ ഇർഷാദ് കെച്ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഘോഷ് തുഷാര, OK പ്രൈസൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ധന്യ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് വടാനപ്പള്ളിയിൽ കുഴഞ്ഞു വീണ മധ്യവയസ്കൻ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ മരിച്ചു. അവണിശ്ശേരി തൈക്കാട്ടുശ്ശേരി സ്വദേശി കുന്നത്തുവളപ്പിൽ വീട്ടിൽ ചേന്തൻ മകൻ 52 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് അങ്കണവാടിയുടെ പരിസരത്ത് പാചകവാതക സിലിണ്ടർ വിതരണത്തിനെത്തിയ സതീഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ പ്രദേശത്തെ പല ആംബുലൻസ് സർവീസുകളെയും വിളിച്ചുവെങ്കിലും ആരും എത്തിയില്ല. പിന്നീട് 20 മിനിറ്റുകൾക്ക് ശേഷം വിവരമറിഞ്ഞെത്തിയ കണ്ടച്ചങ്ങടവ് ഡി-കോഡ് ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ആര്യ സെന്റർ ഫോർ ചൈൽഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരിൽ നേതൃത്വ പാടവ വികസനം എന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു ആര്യ സെന്റർ ഫോർ ചൈൽഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ഇവർക്ക് ആർക്കും വയ്യ അല്ലേ? ഇവിടെ നമ്മൾക്ക് വരണമെങ്കിൽ എന്ത് രസമായിരിക്കും. പ്രശസ്ത ശിശുരോഗ വിദഗ്ധരും ആര്യ സെന്റർ ഫോർ ചൈൽഡ് എംപവർമെന്റ് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ സിജു രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തൃശൂർ ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KB മിനുദത്ത് ബോധവൽക്കരണ ക്യാമ്പിന്റെ സന്ദേശം നൽകി. ക്യാമ്പയിനിൽ ആര്യ ഐ കെയർ ഓപ്പറേഷൻ മാനേജർ ബിജേഷ് നാഥൻ, മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ, ചെയർപേഴ്സൺ ബ്രാഞ്ച് മാനേജർ ജിഷാദ്, സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ടി ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു. സഹജീവി സ്നേഹവും കരുതലും വാക്കിൽ മാത്രമല്ലെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിന്റെ മഹനീയ മാതൃകയായ ഷൈജു സായിറാം. രണ്ടര വർഷം മുൻപ് നിർധന കുടുംബാംഗമായ അന്തിക്കാട് മാങ്ങാട്ടുകര പച്ചാമ്പള്ളി സുമേഷിന്റെ ചികിത്സയ്ക്കായി സഹായം തേടി തന്നെ സമീപിച്ചവരോട് പണം മാത്രമല്ല തന്റെ വൃക്ക തന്നെ നൽകാൻ പുള്ളു സ്വദേശി ഷൈജു സന്നദ്ധത അറിയിക്കുകയായിരുന്നു. കേട്ടവർ ഇത് തമാശയാണെന്നാണ് കരുതിയതെങ്കിലും ഷൈജുവിന്റെ വാഗ്ദാനം വെറുതെയായിരുന്നില്ല. തുടർന്ന് വൃക്കകൾ തമ്മിലുള്ള ചേർച്ച ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. എല്ലാം ഒത്തുവന്ന് വൃക്ക മാറ്റിവെക്കാനുള്ള നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സുമേഷിന് ലിവറിൽ ഒരു തടിപ്പ് കണ്ടത്. ഇതോടെ ഓപ്പറേഷൻ മുടങ്ങുകയായിരുന്നു. ലിവറിന്റെ തകരാർ പരിഹരിച്ച് വൃക്ക മാറ്റിവെക്കാൻ തയ്യാറായപ്പോഴേക്കും സുമേഷിന്റെ ഓപ്പറേഷനായി സ്വരൂപിച്ച പണം ലിവർ സംബന്ധമായ അസുഖത്തിന് ചികിത്സിച്ച് തീർന്നിരുന്നു. പണം കണ്ടെത്താൻ വിഷമിച്ച കുടുംബത്തിന് കരുതലായി നിരവധി പേരെത്തി. ഷൈജു സായിറാം ഉൾപ്പെടെ പലരും തങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും ഓപ്പറേഷനായുള്ള പണം സമാഹരിച്ച് നൽകി. നേരിട്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ആഴ്ചകൾക്ക് മുൻപ് എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് ഷൈജുവിന്റെ വൃക്ക സുമേഷിന് മാറ്റിവെച്ചു. സർജറി നടക്കാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ സുമേഷ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി വേണം. കിഡ്നി കിട്ടാണ്ട് ഇപ്പോൾ സർജറി നടക്കില്ല. അപ്പോൾ ഞാൻ സുമേഷായിട്ട് സംസാരിച്ച് അങ്ങനെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സ്വമേധയാ ഒരു കിഡ്നി ദാനം ചെയ്യാൻ സുമേഷിനോട് പറയുന്നു. ആദ്യം സുമേഷ് അതൊരു തമാശയായിട്ടാണ് എടുത്തത്, അവരുടെ വീട്ടുകാർക്കൊരു തമാശയായിട്ട് എടുത്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഈ സർജറിയുടെ ഘട്ടം വരെ എത്തിയതാണ്. സർജറി വന്ന് രാവിലെയാണ് ലിവറിലൊരു ചെറിയ തളിപ്പ് കണ്ടിട്ട് സർജറി മാറ്റി വെച്ചത്. പിന്നെ വീണ്ടും ഒരു 2.5 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു. ഭാഗ്യവശാൽ അത് സുമേഷിന് ഒരു ജീവൻ നൽകാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഷൈജു സായിറാം കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. സായിറാം എന്ന പേരിൽ ബേക്കറി വ്യവസായം അദ്ദേഹം നടത്തിവരുന്നുണ്ട്. ഭാര്യ സനിതയും മക്കളായ നന്ദനയും സായികൃഷ്ണയും ഷൈജുവിന് പിന്തുണയായി കൂടെയുണ്ട്. ശരണ്യാണ് സുമേഷിന്റെ ഭാര്യ. ഏകമകൻ ത്രിദേവ്. TCV ന്യൂസ്, അന്തിക്കാട്.
വിയ്യൂർ മണലാർകാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ദേവസ്വം പ്രസിഡന്റ് PN രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംഗമം തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കൃഷ്ണകിഷോർ, കൌൺസിലർ NA ഗോപകുമാർ, PP മോഹനൻ, MC മനോജ് കുമാർ, ബൈജു താഴേക്കാട് എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ CPI ആലപ്പാട് സെന്റർ ബ്രാഞ്ച് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ആലപ്പാട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ബ്രാഞ്ച് സെക്രട്ടറി KR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PP അജിത്, BT രാഹുൽ, KM ജയദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണ്ണ, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3222 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കലാശപ്പൂരിലേക്ക് കിരീടമുറപ്പിച്ച് തൃശൂർ ഈസ്റ്റ് ഉപജില്ല. വഞ്ചിപ്പാട്ട് വിധി നിർണയത്തെ ചൊല്ലി മത്സരാർത്ഥികൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ ആറാട്ടുപുഴയിൽ ക്ഷേത്രനടയിൽ പ്രതീകാത്മക പൂരം നടന്നു. ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്രാളി പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. പുത്തൂർ അന്താരാഷ്ട്ര സുവോളജിക്കൽ പാർക്കിലേക്കുള്ള മോഡൽ റോഡിന്റെയും പുത്തൂർ സമാന്തര പാലത്തിന്റെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിരന്തരം ഇടപെടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചിമിനി ഡാം ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ മാറ്റിവെച്ചതായും മന്ത്രി. ഗുരുവായൂർ ഏകാദശി ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തീരുമാനം. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. കൊടുങ്ങല്ലൂരിൽ SIക്ക് നേരെ കയ്യേറ്റം. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. 3 പേർ കസ്റ്റഡിയിൽ. കൊടകര രവിമംഗലം ഷഷ്ടി ആവേശമായി. വർണ്ണക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.